നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തൊരു ഭാഗം ഫ്ലോ കൺട്രോൾ വാൾവുകളെ സംബന്ധിച്ചായിരുന്നു. ഫ്ലോ കൺട്രോൾ വാൾവിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഗേറ്റ് വാൾവ് എന്നുള്ള ഫ്ലോ കൺട്രോൾ വാൾവാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്ലോബ് വാൾവ് എന്ന ഫ്ലോ കൺട്രോൾ വാൾവാണ്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ വാൾവ് എന്ന ഫ്ലോ കൺട്രോൾ വാൾവിനെ സംബന്ധിച്ചാണ്. ഇതൊരു പ്രധാനപ്പെട്ട വാൾവ് തന്നെയാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ ഡയഗ്രാംസ് ആ ഒരു വാൾവിൻ്റെ ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടി, വർക്കിംഗ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്രാം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ബട്ടർഫ്ലൈ വാൾവിൻ്റെ ഒരു 3D ഫിഗർ അതെങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ബട്ടർഫ്ലൈ വാൾവിൻ്റെ ഒരു ആക്ച്വൽ ഒരു യഥാർത്ഥ രൂപം. ഓക്കെ, ഈ ബട്ടർഫ്ലൈ വാൾവിൻ്റെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാനുണ്ട്. ഈ വാൾവിൻ്റെ ഈ ഭാഗത്തെ നമുക്ക് വാൾവ് ബോഡി എന്ന് വിളിക്കാം. വാൾവ് ബോഡി എന്ന് വിളിക്കാം. പിന്നെ ഇവിടെ കുറച്ച് സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ സ്ലോട്ടിൻ്റെ പ്രത്യേകത നമുക്ക് ഈ ഒരു ഭാഗത്തും അതേപോലെ അതിൻ്റെ നേരെ അപ്പുറത്തും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ മറുവശത്ത് ഒരു നാണയത്തിൻ്റെ ഒരു വശത്തിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞ പോലെ ഇതിനപ്പുറത്തും ഇതേപോലെയുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡുകളിലായിട്ടും നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പൈപ്പ് ഒന്ന് ഒരു ഭാഗം പൈപ്പിൻ്റെ ഒരു ഭാഗം ഈ ഭാഗത്ത് കണക്ട് ചെയ്യും, അതേപോലെ തന്നെ മറുവശത്തും കണക്ട് ചെയ്യും. ഈ പൈപ്പിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ബട്ടർഫ്ലൈ വാൾവ് എന്ന വാൾവ് ഇറക്കി വെക്കുന്നത്, ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വാൾവ് ബോഡി ആയിരുന്നു. അതേപോലെ തന്നെ പൈപ്പുമായി കണക്ട് ചെയ്യേണ്ട ഭാഗം ഞാൻ പറഞ്ഞു തന്നു. ഇതിൻ്റെ സെൻട്രൽ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബട്ടർഫ്ലൈ. ഇതൊരു ഡിസ്ക്കാണ്, ഒരു മെറ്റൽ ഡിസ്ക്കാണ്. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. അതെങ്ങനെയുണ്ട് റൊട്ടേഷൻ എന്നതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വാൾവ് ഓപ്പൺ ആവും. അതേപോലെ വീണ്ടും റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്താൽ റൊട്ടേഷൻ നേരെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ അത് ക്ലോസ് ചെയ്യും. ഇങ്ങനെയൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ സിംപ്ലി എന്ത് മനസ്സിലാക്കുക, ആ സെൻട്രൽ ഭാഗത്തെ നമുക്ക് ബട്ടർഫ്ലൈ എന്ന് വിളിക്കാം. അതൊരു മെറ്റൽ ഡിസ്ക് ആണ്. ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു ബ്ലാക്ക് കളേർഡ് റിങ് കാണാം. ഈ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള റിങ് വാൾവ് സീറ്റ് എന്നാണ് അതിന് പറയുക. ഈ വാൾവ് പോയിട്ട് കൃത്യമായിട്ട് സീറ്റ് ചെയ്യുന്നത് ആ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ വാൾവ് സീറ്റ് ചെയ്യുന്ന ഭാഗത്തെ, വാൾവ് കൃത്യമായിട്ട് അടഞ്ഞ് ഇരിക്കുന്ന ആ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം, വാൾവ് സീറ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫിഗറിൽ വാൾവ് ക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറയാൻ കാരണം എന്താ, സെൻട്രൽ ഒരു ഹോളും കാണുന്നില്ല അല്ലേ. നമുക്കറിയാം ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് വേണം. അങ്ങനെ ഒരു സ്പേസ് അവിടെ കാണുന്നില്ല, അത് ക്ലോസ്ഡ് പൊസിഷനിലാണ്. ഇനി മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പുള്ള ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടോ? ഇതൊന്നുമില്ല. ഇത് ഈ വാൾവിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ആക്ച്വേറ്റർ ആണ്. ഈ വാൾവ് ഇലക്ട്രിക്കലി നമുക്ക് ആക്ച്വേറ്റ് ചെയ്യാം, അതേപോലെ മെക്കാനിക്കലി നമുക്ക് ആക്ച്വേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ മാനുവലി നമുക്ക് ആക്ച്വേറ്റ് ചെയ്യാം, ന്യൂമാറ്റിക്സ് യൂസ് ചെയ്ത് ആക്ച്വേറ്റ് ചെയ്യാം. അപ്പോൾ മുകളിൽ ഇനിയിപ്പോൾ ഇതിന് പകരം ഒരു ഹാൻഡ് വീൽ കൊടുത്തു, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, മുകളിലത്തെ ആ ഭാഗത്തെ സൂചിപ്പിക്കുന്നത് അത് നമ്മളെ കൺസേൺ അല്ല. എന്നിരുന്നാലും ആ ഭാഗത്തെ സൂചിപ്പിക്കുന്നത് ഒരു ആക്ച്വേറ്റർ ആണ്. അതായത് വാൾവ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒരു പവർ ഇൻപുട്ട് കൊടുക്കണം. ആ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു ഭാഗം അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു ഓപ്പണിംഗ്, ഈ മെറ്റൽ ഡിസ്ക് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ അതേ സെയിം ഫിഗർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സെൻട്രൽ ഭാഗത്ത് നോക്ക്, ഇതാണ് ആ ഡിസ്ക്. ഈ ഡിസ്ക് മുന്നത്തെ പിക്ചറിൽ അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പം എന്താണ്, അത് ഓപ്പൺ ആണ്. ഒന്ന് നോക്കാം. അപ്പോൾ അത് ക്ലോസ്ഡ് പൊസിഷനിലാണ്, അപ്പോൾ അത് ഓപ്പൺ പൊസിഷനിലാണ്. ഒന്നും കൂടെ ഒന്ന് വൈഡായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഒന്നും കൂടെ അടുത്ത് കാണാൻ കഴിയും. വാൾവ് ബോഡി, വാൾവ് സീറ്റ്, അതേപോലെ വാൾവ് ഡിസ്ക്, മെറ്റൽ ഡിസ്ക് അല്ലേ. നമുക്ക് ഇതിന് ബട്ടർഫ്ലൈ എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലോസ്ഡ് പൊസിഷനിലാണ്. എന്താണിത്, ഓപ്പൺ പൊസിഷനിലാണ്. ക്ലോസ്ഡ് പൊസിഷൻ, ദെൻ ഓപ്പൺ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ നിൽക്കുന്ന ഒരു രീതി, ക്ലോസ്ഡ് പൊസിഷനിൽ നിന്ന് ഓപ്പൺ പൊസിഷനിലേക്ക് മാറാൻ ജസ്റ്റ് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി അല്ലേ. എത്ര റൊട്ടേറ്റ് ചെയ്താൽ മതി, ഒരു 90 ഡിഗ്രി. അതായത് നമുക്കറിയാം ഒരു സർക്കിൾ വരയ്ക്കണം. ഈ സർക്കിളിന് ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി അല്ലേ. ഇത് 270,
സോറി ഇത് 180, 270, 360 അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക മീൻസ് ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി അല്ലേ, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇപ്പം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷൻ നമുക്കറിയാം, ഒരു നമ്മളെ ഫേസ് ചെയ്താൽ നിൽക്കുന്നത് അല്ലേ, ഇതിൻ്റെ ഫുൾ ഭാഗം നമ്മൾ ഫേസ് ചെയ്താൽ നിൽക്കുന്നത്. ഇപ്പം എന്താ, അതൊരു കാൽ ഭാഗം റൊട്ടേറ്റ് ചെയ്തു, അതായത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു അല്ലേ. കാൽ ഭാഗം റൊട്ടേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് അല്ലേ. ഇവിടുന്ന് റൊട്ടേഷൻ തുടങ്ങും, ഇത് എത്രയാണ്, കാൽ ഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം, ഫുൾ റൊട്ടേഷൻ അല്ലേ. അപ്പോൾ ഒരു 1/4, കാൽ ഭാഗത്ത് നമുക്ക് 1/4 എന്ന് പറയാം. 1/4 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വാൾവ് ഓപ്പൺ ആവും. 1/4 തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വാൾവ് എന്ത് ചെയ്യും, ക്ലോസ്ഡ് ആവും. ഈ 1/4 റൊട്ടേഷൻ എന്ന് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ 1/4 ടേൺ എന്ന് ഉദ്ദേശിച്ചത് 90 ഡിഗ്രിയാണ്. അതായത് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ വാൾവ് 90 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ, ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അതേപോലെ തന്നെ ആ 90 ഡിഗ്രി തിരിച്ച് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൾവ് എന്ത് ചെയ്യും, ക്ലോസ്ഡ് ആവും. അത് നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് പൊസിഷനാണ്. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും, അത് ഓപ്പൺ പൊസിഷനിലായി മാറും. ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതൊരു 180 ഡിഗ്രി അല്ലേ എന്നുള്ളത്. അല്ല, ഒന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇത് ഈ ഒരു ക്ലോസ്ഡ് പൊസിഷനിൽ നിന്നും ഓപ്പൺ പൊസിഷനിലേക്ക് എത്തുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും ഈ ഡിസ്ക് കറങ്ങിയിട്ടുണ്ടാവുക, ടേൺ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 90 ഡിഗ്രി ടേൺ ചെയ്താൽ തന്നെ ഈ വാൾവ് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഓപ്പൺ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാൾവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഓപ്പറേഷൻ സാധ്യമാണ്. പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും ഈ വാൾവ് കൊണ്ട് സാധിക്കും. ഓക്കെ, അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു ഏരിയയിലൂടെയാണ് അല്ലേ, ഈ ഹോളുള്ള ഏരിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്, പ്രഷറൈസർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഫ്ലോക്ക് ഒരു തടസ്സം ചെറുതായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈ എന്നുള്ള മെറ്റൽ ഡിസ്ക് ചെറുതായിട്ട് ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിൽ എന്തുണ്ടാവും, ഒരു പ്രഷർ ഡ്രോപ്പ് ഈ ഒരു ഫ്ലോയിൽ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മറ്റൊരു ഫിഗർ കാണുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഗ്ലോബ് വാൾവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് കുറച്ച് വലുതാണ്. അതേപോലെ തന്നെ ഗേറ്റ് വാൾവിൻ്റെ ഫിഗർ നമ്മൾ മനസ്സിലാക്കിയതാണ്, അതും കുറച്ച് വലുതാണ്. പക്ഷേ ഈ ഒരു ബട്ടർഫ്ലൈ വാൾവിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും, ഇതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും, ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഇത് റിപ്പയർ ചെയ്യാനും മെയിൻ്റനൻസ് നടത്താനൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഇവിടെയും ഒരു ബോൾട്ട് ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട്, സ്ലോട്ട് ഉണ്ട് അല്ലേ, ഇവിടെയൊക്കെ സ്ലോട്ടുകളുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളൊരു പൈപ്പിൻ്റെ ഒരു ഭാഗം കണക്ട് ചെയ്യും, ഈ ഭാഗത്ത് എന്ത് ചെയ്യും, പൈപ്പ് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എവിടെയാണോ പ്രഷർ കൂടുതൽ ആ ഭാഗത്തു നിന്നും ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും. ഓക്കെ, ഈ രൂപത്തിലാണ് ബട്ടർഫ്ലൈ വാൾവ് പ്രവർത്തിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ വാൾവ് പ്രവർത്തിക്കുന്നത് ഫ്ലൂയിഡിൻ്റെ ഒരു പ്രഷർ കൊണ്ടല്ല, നമ്മൾ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള മുകളിൽ വെച്ചിട്ടുള്ള ആക്ച്വേറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ഫിഗറിൽ കാണുന്ന ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടറാണെന്ന് വിചാരിച്ചു, ഒരു ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് മെക്കാനിക്കലി അത് പ്രവർത്തിപ്പിക്കാം, മാനുവലി പ്രവർത്തിപ്പിക്കാം, മറ്റ് ന്യൂമാറ്റിക്സ് പോലത്തെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വാൾവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പോസിബിൾ ആണ്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്, ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്കതിൻ്റെ ആക്ച്വേറ്ററെ സെലക്ട് ചെയ്യാൻ സാധ്യമാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാൾവാന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ വാൾവിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രാം നിങ്ങൾ എക്സാമിനൊക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഡയഗ്രാം ഇതാണ്. ഓക്കെ, ഈ രണ്ട് ഡയഗ്രാംസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ആക്ച്വൽ ഡയഗ്രാം ആദ്യം കാണിക്കാനുള്ളൊരു കാരണം, അത് കാണിച്ചു തന്നാൽ അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഫിഗർ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ഈ ബട്ടർഫ്ലൈ വാൾവിൽ സെൻട്രൽ കാണുന്ന ഈ മെറ്റൽ ഡിസ്ക്, ആ മെറ്റൽ ഡിസ്ക് ഇപ്പോൾ ഓപ്പൺ പൊസിഷനിലാണ്. ഇവിടെ ഒരു സ്റ്റെം ഉണ്ട്. ഈ സ്റ്റെം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈ സ്റ്റെം 90 ഡിഗ്രി ടേൺ ചെയ്യുമ്പോൾ അല്ലേ, ബാക്ക് ആൻഡ് ഫോർത്ത് ടേൺ ചെയ്യുമ്പോൾ, മുന്നോട്ടും ടേൺ ചെയ്യുന്ന സമയത്ത് ഈ വാൾവ് എന്താവും, ഓപ്പൺ ആവും, ക്ലോസ്ഡ് ആവും. നമുക്കറിയാം അതിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ബട്ടർഫ്ലൈൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത്, ബട്ടർഫ്ലൈ വാൾവിൻ്റെ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു ഡയഗ്രാം കാർബറേറ്ററിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. വെഞ്ചുറിയിൽ ഇങ്ങനെ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്, അതൊരു ബട്ടർഫ്ലൈ വാൾവാണ്. ഓക്കെ,
ഒരു ഫ്ലൂയിഡ് ഫ്ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന കാർബറേറ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു വാൾവാണ് അത്, ബട്ടർഫ്ലൈ വാൾവ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വാൾവിനെ നമുക്ക് മനസ്സിലാക്കണം. ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലും മറ്റു പല ഇൻഡസ്ട്രീസിലും ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ട് ഫ്ലൂയിഡ് പവറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാൾവാണ്. ഇതിൻ്റെ തിയറി ഭാഗത്തെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിയറി ഡിസ്കസ് ചെയ്യാം. ഈ തിയറിയിൽ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാവും, ദ ആംഗിൾ ഓഫ് പൊസിഷൻ ഓഫ് ബട്ടർഫ്ലൈ വാൾവ് ഡിറ്റർമൈൻസ് ദ റെസ്ട്രിക്ഷൻ. അതായത് ആംഗിൾ ഓഫ് പൊസിഷൻ ഓഫ് ബട്ടർഫ്ലൈ വാൾവ്, ബട്ടർഫ്ലൈ വാൾവിൻ്റെ ആംഗിൾ, ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ആ സെൻറ്ററിൽ കാണുന്ന മെറ്റൽ ഡിസ്ക്, ഈ മെറ്റൽ ഡിസ്കിൻ്റെ ആംഗിൾ മീൻസ് അത് ആംഗിൾ പൊസിഷൻ മീൻസ് എന്താ, ആംഗിൾ പൊസിഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ടേൺ ചെയ്യാണ് അല്ലേ, ടേണിംഗ് ഓഫ് ബട്ടർഫ്ലൈ വാൾവ്. അങ്ങനെ ബട്ടർഫ്ലൈ വാൾവിൻ്റെ ആ ഒരു ടേൺ അനുസരിച്ച്, ആംഗിൾ പൊസിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോ റെസ്ട്രിക്ഷൻ തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ അത് 0 ഡിഗ്രിയിലാണ് മെറ്റൽ ഡിസ്ക് ടേൺ ചെയ്തതെങ്കിൽ നമുക്കറിയാം അത് ക്ലോസ്ഡ് പൊസിഷനാണ്. ആ സമയത്ത് യാതൊരുവിധ ഫ്ലോ അവിടെ സംഭവിക്കാൻ സാധ്യതയില്ല അല്ലേ, ക്ലോസ്ഡ് ആണ്. ഇനി അതൊരു 90 ഡിഗ്രിയാണ് ടേൺ ചെയ്തത്, അതിൻ്റെ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്, അതായത് 1/4 അല്ലേ, കാൽഭാഗം. അങ്ങനെ 1/4 ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഈ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാൾവ് ഫുള്ളി ഓപ്പൺഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫുള്ളി ഓപ്പൺഡ് ആയതുകൊണ്ട് അവിടുത്തെ ഫ്ലോ എന്തായിരിക്കും, വളരെ ഫ്രീ ഫ്ലോ ആയിരിക്കും, ഫ്രീ ആയിട്ട് അവിടെ ഫ്ലോ സംഭവിക്കും. അതുമാത്രമല്ല അതൊരു 90 ഡിഗ്രി അല്ലാതെ ഒരു 70 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ആ വാൾവ് കുറച്ച് ഓപ്പൺ ആണ്, കുറച്ച് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉദ്ദേശം എത്ര ഉള്ളൂ, ആ ബട്ടർഫ്ലൈ വാൾവിൻ്റെ മെറ്റൽ ഡിസ്കിൻ്റെ ആംഗിൾ ഓഫ് പൊസിഷൻ അല്ലേ, അതിൻ്റെ ആ ഒരു ടേണിങ്ങിനനുസരിച്ചാണ് ഈ വാൾവിലൂടെയുള്ള ഫ്ലോ നമ്മൾ തീരുമാനിക്കുക. ഡിറ്റർമൈൻ ദ റെസ്ട്രിക്ഷൻ, ഈ ഫ്ലോ എത്രത്തോളം, ഈ റെസ്ട്രിക്ഷൻ എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഇല്ല തീരുമാനിക്കുക ബട്ടർഫ്ലൈ വാൾവിൻ്റെ ഈ ആംഗിൾ ഓഫ് പൊസിഷൻ മൂലമാണ്. രണ്ടാമത്തെ, ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സിമ്പിൾ ഓപ്പറേഷൻ. റിലേറ്റീവ്ലി സിമ്പിൾ ഓപ്പറേഷൻ പറയാൻ മീൻസ് നമുക്ക് എന്താ, 90 ഡിഗ്രി ആകുമ്പോഴേക്കും ഇത് ഓപ്പണിംഗ് നടക്കുന്നുണ്ട്, ആ 90 ഡിഗ്രി തിരിച്ച് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസിങ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ക്വിക്ക് ആക്ഷൻ ആണ് അല്ലേ, റിലേറ്റീവ്ലി മറ്റ് വാൾവുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നും കൂടെ ഈസി ആയി പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൊരു വാൾവാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സിമ്പിൾ ഓപ്പറേഷൻ അല്ലേ. അത് മാത്രമല്ല അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാൾവ് കമ്പോണൻസോ ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തതാണ്. ദിസ് ടൈപ്പ് ഓഫ് വാൾവ് ഈസ് ക്വാർട്ടർ ടേൺ വാൾവ്, ക്യാൻ ബി ആക്ച്വേറ്റഡ് റിലേറ്റീവ്ലി ക്വിക്ക്ലി. അതായത് നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്തത് മാത്രം. ഈ ക്വാർട്ടർ ടേൺ വാൾവ് മീൻസ്, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, കാൽഭാഗം അല്ലേ, ക്വാർട്ടർ ഹാഫ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഇതിൽ ക്വാർട്ടർ എന്നുള്ളത് കാൽഭാഗം, 1/4 മീൻസ് 90 ഡിഗ്രി. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ് അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്വാർട്ടർ ടേൺ വാൾവ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും സാധിക്കും. ആ പെട്ടെന്ന് ഓപ്പണിംഗ്, സഡൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഉദ്ദേശിച്ചതാണ് ക്യാൻ ബി ആക്ച്വേറ്റഡ്. അതായത് നമുക്ക് ആക്ച്വേറ്റഡ് മീൻസ് അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, റിലേറ്റീവ്ലി ക്വിക്ക്ലി. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യം, ഒരു 90 ഡിഗ്രി എന്ത് ചെയ്താൽ മതി, വെറും 90 ഡിഗ്രി ടേൺ ചെയ്താൽ തന്നെ ഈ വാൾവിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓപ്പണിംഗ് പൊസിഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, കാരണം ആ ഫ്ലോ റീജിയനിലാണ് വാൾവിൻ്റെ ഡിസ്ക് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്. ഫുള്ളി ഓപ്പൺ ആണ്, ഫ്ലോ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഫ്ലോ റീജിയനിലാണ്, ഫ്ലോ സംഭവിക്കുന്ന അതേ സ്ഥലത്താണ് വാൾവിൻ്റെ ഡിസ്ക് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ട്, പക്ഷേ മറ്റു വാൾവുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രഷർ ഡ്രോപ്പ് എന്താണ്, വളരെ കുറവാണ്. അതുമാത്രമല്ല ഇൻസ്റ്റലേഷൻ ഈസ് വെരി ഈസി ആൻഡ് സ്പേസ് സേവിങ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ വാൾവ് ബോഡിയുടെ തിക്നെസ് വളരെ കുറഞ്ഞതുകൊണ്ട് സ്പേസ് കൺസ്യൂം ചെയ്യുക, സ്ഥലം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ കുറവായിരിക്കും. കുറച്ച് സ്ഥലത്ത് തന്നെ, ഇപ്പോൾ ഒരു 2 പൈപ്പിൻ്റെ ഇടയിൽ വാൾവ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാൾവ് ഇൻസ്റ്റലേഷന് വേണ്ട ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് വളരെ കുറച്ച് മതി. ഓക്കെ, അതേപോലെ തന്നെ ഈ വാൾവിനൊക്കെ എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു സമ്മറി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, വാൾവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും സംസാരിച്ച കാര്യങ്ങളിൽ ഒരു സമ്മറി പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റാർട്ട്, സ്റ്റോർ ആൻഡ് റെഗുലേറ്റ് ദ ഫ്ലോ. അതായത് ഈ ഒരു വാൾവ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഓപ്പണിങ് അല്ലേ, അതേപോലെ നമുക്ക് സ്റ്റോർ എന്നല്ല കേട്ടോ, അത് സ്റ്റോപ്പ് എന്നാണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സ്റ്റോപ്പ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, അതായത് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ വാൾവ് ഓപ്പൺ ആക്കി കൊടുക്കാം. അതേപോലെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷട്ട് ഓഫ് ചെയ്താൽ മതി. ഇനി അഥവാ നമുക്കത് റെഗുലേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അതായത് കംപ്ലീറ്റ്ലി ഒരു വാൾവ് ഓപ്പൺ ആവേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി അത് ക്ലോസ്ഡ് ആവേണ്ട ആവശ്യമില്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ട് മതി അതിൻ്റെ ആംഗിൾ എന്ന് വിചാരിച്ചു.
അതായത് കുറച്ച് നമുക്ക് ഒഴുകിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, റെഗുലേറ്റ് ദ ഫ്ലോ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെ റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാൾവിനെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താ, 1/4 ടേൺ ആണ്, കാൽ ഭാഗത്തെ ഒരു ടേണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ഓപ്പറേഷൻ അവിടെ പോസിബിൾ ആണ്. പിന്നെ ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക ലാർജ് ഫ്ലോ ലോ പ്രഷർ ഏരിയാസിലാണ്. അതായത് നമ്മുടെ പൈപ്പിലൂടെ ഒഴുകുന്ന ലിക്വിഡിൻ്റെ ഫ്ലോ, ഡിസ്ചാർജ് വളരെ കൂടുതലായിരിക്കും, ഫ്ലോ വളരെ കൂടുതലായിരിക്കും, ഒരുപാട് ലിക്വിഡ് ഒഴുകുന്നുണ്ടാവും. അതേപോലെ തന്നെ കുറഞ്ഞ പ്രഷറിൽ ഒരുപാട് ലിക്വിഡ് ഒഴുകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഫ്ലൂയിഡ് ഒഴുകുകയാണെങ്കിൽ, ആ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ബട്ടർഫ്ലൈ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു പോയിന്റാണ്, ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്, സൈസും ചെറുതാണ്, നമ്മൾ അതിൻ്റെ തിക്നെസ് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ വെയിറ്റും ഇതിൻ്റെ സൈസൊക്കെ കുറവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷനുള്ള ഒരു വാൾവ് അല്ലാത്തത് കൊണ്ടും സിമ്പിൾ മാനുഫാക്ചറിങ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. അതേപോലെ തന്നെ സ്ലറീസ് മീൻസ് നമുക്കറിയാം, സ്ലറീസ് എന്ന് പറഞ്ഞാൽ എന്താ, പക്ക ഫ്ലൂയിഡ് അല്ല. ആ ഫ്ലൂയിഡിൽ ഒരുപാട് കണ്ടാമിനൻറ്റ് ഐറ്റംസ് ഉണ്ടാവും അല്ലേ. ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഫ്ലൂയിഡ്സിനൊക്കെ ഒരു എക്സാമ്പിളിലൂടെ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ ആ ഫ്ലൂയിഡൊക്കെ ഒരു പൈപ്പിലൂടെ ഒഴുകുകയാണ്. ആ പൈപ്പിലൂടെ ഒഴുകുന്ന ആ ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് ഈ വാൾവ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത്ര ഒരു ഡാമേജ്, ഈ സ്ലറീസ് ഒക്കെ ഒഴുകുന്ന സമയത്ത് വാൾവിന് ഡാമേജ് ഉണ്ടാകുന്ന പല വാൾവുകൾക്കും ഡാമേജുകൾ സംഭവിക്കും. പക്ഷേ ഈ ഒരു ബട്ടർഫ്ലൈ വാൾവിന് സ്ലറീസിനെ കൈകാര്യം ചെയ്യുന്നതിൽ പ്രശ്നമില്ല. ഓക്കെ, ഇത് അതേപോലെ തന്നെ ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഒരു അഡ്വാൻറ്റേജ് സംസാരിച്ചിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് മേ ബി എഫക്റ്റഡ് ലീക്കേജ് ഇൻ ഷട്ട് ഓഫ് പൊസിഷൻ. ഈ വാക്ക് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. എന്താണ് ഷട്ട് ഓഫ് പൊസിഷൻ? ഷട്ട് ഓഫ് പൊസിഷൻ മീൻസ് ക്ലോസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ. ഓക്കെ, വാൾവ് ക്ലോസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ പൊസിഷൻ നമുക്ക് എന്ത് വിളിക്കാം, ഷട്ട് ഓഫ് പൊസിഷൻ എന്ന് വിളിക്കാം. ഈ ഷട്ട് ഓഫ് പൊസിഷനിൽ നമുക്ക് കംപ്ലീറ്റ്ലി ആ ഫ്ലോനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഒരു കാരണവശാലും ആ ഫ്ലോടെ സംഭവിക്കാൻ പാടില്ല അല്ലേ. ഷട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ക്ലോസിങ് ആണല്ലോ. പക്ഷെ ആ സമയത്തും ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഈ വാൾവ് താരതമ്യേന അല്ലെങ്കിൽ കാലക്രമേണ ലീക്കേജ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇറ്റ് മേ ബി എഫക്റ്റഡ് ലീക്കേജ് ഇൻ ഷട്ട് ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പൊസിഷനിൽ ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം അത്രയാണ് ഈ വാൾവിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ഫിഗർ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ആക്ച്വൽ ഫിഗർ നിങ്ങൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് വളരെ ഈസിയാണ്. ഇതൊരു ക്ലോസ്ഡ് പൊസിഷനാണ്. ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓപ്പൺ പൊസിഷനിലെത്തി. ആ 0 ഡിഗ്രി ടു 90 ഡിഗ്രിയുടെ ഇടയിലാണ് ഈ മെറ്റൽ ഡിസ്ക് ടേൺ ചെയ്തതെങ്കിൽ നമുക്കറിയാം അതൊരു കംപ്ലീറ്റ് ഓപ്പണിംഗ് അല്ല, അതൊരു പാർഷ്യൽ ഓപ്പണിംഗ് ആണ്. സോ റെഗുലേറ്റിംഗ് ദ ഫ്ലോ അപ്പോഴാണ് സംഭവിക്കുക. ദെൻ അതിൻ്റെ ഒരു സൂം ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ബട്ടർഫ്ലൈ വാൾവ് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഓപ്പറേഷണൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഒരു ആക്ച്വൽ ഓപ്പറേഷൻ കാണുമ്പോൾ അതൊന്നും കൂടെ എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഓക്കെ, താങ്ക് യു.